സാറേ, യൂറോപ്പിൽ ബോംബ് ബാങ്ക് വരുന്നു, എന്തോ ഉദ്ദേശിക്കുന്നത്? ബോംബ് ബാങ്ക് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ ഈ ബ്ലഡ് ബാങ്ക് എന്നൊക്കെ പറയുമ്പോൾ രക്തം സൂക്ഷിക്കുന്ന സ്ഥലമാണ്. അതെ. ഇത് പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ ബോംബൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമാണ്, ഒരു ബാങ്കാണെന്ന് തോന്നും. അങ്ങനെയല്ല, ഈ ആയുധങ്ങളൊക്കെ വാങ്ങാനുള്ള പണം അത് സ്വരൂപിക്കാനുള്ള ഒരു ബാങ്ക്. ആ ബാങ്കിൽ നിന്ന് പണം എടുക്കുന്നത് യൂറോപ്പിനെ ആയുധമണിയിക്കാനും മറ്റ് ഏതെങ്കിലും ഒരു രാജ്യത്തിന് പ്രതിരോധ ശേഷി കൂട്ടണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുമൊക്കെ ആയിരിക്കും. സാധാരണ റീസ്ട്രക്ചറിങ് ബാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് അവിടെ. ഇതിൻ്റെ പേര് യൂറോപ്യൻ റീ ആർമമെന്റ് ബാങ്ക് എന്നായിരിക്കും. യൂറോപ്പിനെ വീണ്ടും പടച്ചിട്ട് എണീക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. ഇത് ബ്രിട്ടൻ്റെ നിർദ്ദേശമാണ്. അതായത് G20 ഉച്ചകോടി ദക്ഷിണാഫ്രിക്കയിൽ നടക്കുമ്പോൾ യൂറോപ്യൻ ധനമന്ത്രിമാർ തമ്മിൽ ഇതിനെ സംബന്ധിച്ച് ചർച്ച നടന്നിരുന്നു. അതിപ്പോൾ പുറത്തേക്ക് പോകാൻ പോകുന്ന ബ്രിട്ടീഷ് ചാൻസലർ ഓഫ് എക്സ്ചക്കർ എന്ന് പറയുന്നതാണല്ലോ അവിടെ ധനമന്ത്രി. അത് ബ്രിട്ടീഷ് ചാൻസലർ റേച്ചൽ റീവ്സ് നിർദ്ദേശം കൊടുത്തിട്ടാണ് ഈ ചർച്ച. ഇങ്ങനൊരു ബാങ്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ചർച്ചയൊക്കെ നടന്നത്. അത് യൂറോപ്പിൻ്റെ പ്രതിരോധ നിക്ഷേപത്തിന് വേണ്ടി സുസ്ഥിര സംവിധാനം എന്നുള്ള നിലയ്ക്കാണ് ഈ ബാങ്ക് രൂപീകരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഉടനെ ചെയ്യുന്നത് യുക്രൈനെ സഹായിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയെതിരാണ് ബ്രിട്ടൻ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് അകന്ന് നിൽക്കുകയാണിപ്പോൾ. അപ്പോൾ സെലൻസ്കിയുടെയും യുക്രൈൻ്റെയും കൂടെയാണ് യൂറോപ്പ്. അതുകൊണ്ട് ഉടനെ സെലൻസ്കിയെ മറ്റേ യുക്രൈനെ സഹായിക്കാൻ വേണ്ടി ആയുധങ്ങളൊക്കെ വാങ്ങി സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഉടനെയുള്ള ഉദ്ദേശം ഈ ബാങ്കിൻ്റെ. അപ്പോൾ 10 മുതൽ 20 ബില്യൺ പൗണ്ട് വരെ ഓരോ യൂറോപ്യൻ രാജ്യവും ഇതിന് മുടക്കുക, ഈ ബാങ്കിലേക്ക് നിക്ഷേപിക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ 100 മുതൽ 200 ബില്യൺ വരെ പൗണ്ട്സ് സ്വകാര്യ മൂലധനം സ്വരൂപിക്കാനും ഉദ്ദേശമുണ്ട്. പട്ടാള നിക്ഷേപം ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് ലണ്ടനിലെ ടൈംസിലാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത്, ഇങ്ങനൊരു ബാങ്ക് വരുന്നു എന്നുള്ളത്. അപ്പോൾ യൂറോപ്യൻ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ബാങ്ക് ഉണ്ട് ഇപ്പോൾ. യൂറോപ്പിൻ്റെ പുനർനിർമ്മാണം വികസനത്തിനൊക്കെ ഉദ്ദേശിച്ചിട്ട് യൂറോപ്യൻ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. ആ മാതൃകയിലായിരിക്കും യൂറോപ്യൻ റീ ആർമമെൻറ്റ് ബാങ്കും വരുന്നത്. അപ്പോൾ ഒരു വലിയ തോതിലുള്ള ആയുധ സംഭരണവും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അംഗരാജ്യങ്ങളുടെ ബജറ്റിന് വലിയ ശോഷണമില്ലാതെ ആണിത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അവരുടെ ബജറ്റിൽ നിന്ന് പൈസ എടുക്കാതെ അല്ലാത്ത നിക്ഷേപങ്ങൾ ഒക്കെ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ യൂറോപ്യൻ യൂണിയനിൽ ഇല്ലാത്ത രാജ്യങ്ങൾക്കും ഇതിൽ ബാധകമാകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പോയല്ലോ, ബ്രെക്സിറ്റ് വന്നപ്പോൾ നോർവേ, ജപ്പാൻ, അമേരിക്ക ഒക്കെ അംഗങ്ങളാകാം. ഈ ബാങ്കിൽ അമേരിക്കയ്ക്കും അംഗമാകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ന്യൂട്രൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഓസ്ട്രിയ, അയർലൻഡ്, മാൾട്ട, സൈപ്രസ് അവർക്ക് ഇതിൽ പങ്കുണ്ടാകണം എന്നില്ല. കാരണം അവർ നിഷ്പക്ഷരായിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ പൊക്കോട്ടെ. അപ്പോൾ ഇതൊരു ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ, മൂലധനം ഓരോ രാജ്യവും സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. ആദ്യം 10% കൊടുക്കുക, എല്ലാം കൂടി ഒന്നിച്ചു വേണ്ട. ആദ്യം 10% കൊടുക്കുക, കടമെടുക്കാം, അങ്ങനെ ചെയ്യാം, കടമെടുത്ത് ചെയ്യാം. G20 ഉച്ചകോടി നടക്കുമ്പോഴാണ് ഈ ചർച്ച നടന്നതെന്ന് പറഞ്ഞല്ലോ. പിന്നെ മെർസിന്, നമ്മുടെ ജർമ്മനിൽ ഇപ്പോൾ ചാൻസലറായിട്ട് അധികാരമേൽക്കുമല്ലോ ഫ്രെഡറിക് മെർസിന് ഇതിൽ വലിയ താല്പര്യം കാണിച്ചിട്ടുണ്ട്, ഇങ്ങനൊരു ബാങ്ക് വരുന്നതിൽ. പോളണ്ട് വിദേശമന്ത്രിക്ക് താല്പര്യമുണ്ട്, പോളണ്ടിന് താല്പര്യമുണ്ട്, മാക്രോണിന്
താല്പര്യമുണ്ട് ഫ്രാൻസ്. അപ്പോൾ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ ആയല്ലോ. ആ അപ്പോൾ ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ ഇല്ലാത്തത് ഇതിലൊരു വിഷയമല്ല എന്ന് ജർമ്മനിയുടെ വിദേശകാര്യമന്ത്രി അന്നാലേന ബെയർബോക്ക് പറഞ്ഞിട്ടുണ്ട്. ബ്രിട്ടൻ EU-വിലില്ലാത്തത് വിഷയമല്ല, ബ്രിട്ടനും ഒക്കെ ഇതിൻ്റെ ഭാഗമാക്കാകും. ബ്രിട്ടൻ്റെ തന്നെ ആശയമാണല്ലോ. അതെ. അപ്പോൾ നല്ല സംരംഭമാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതൊരു വില്ലൻ യുഗമാണ്. ഇതിനെ നേരിടാൻ നമുക്ക് ഇങ്ങനത്തെ സംവിധാനങ്ങൾ വേണം. അമേരിക്ക യുക്രൈനെ അഗ്രസറായിട്ട് യുക്രൈനെയാണല്ലോ പറഞ്ഞത്. അതെ. റഷ്യയെ ഇരയുമായിട്ട് ചിത്രീകരിച്ചു ട്രംപ്. അത് ശരിയായ നയതന്ത്രമല്ല, അത് ന്യായവുമായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇത്തരം നീക്കങ്ങൾ വേണ്ടിവരും എന്നവർ പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയെ ആണവരക്ഷയ്ക്കിനി ആശ്രയിക്കാനും പറ്റില്ല യൂറോപ്യൻ രാജ്യങ്ങൾക്ക്. അതുകൊണ്ട് ഫ്രാൻസ് ആണവ കാര്യങ്ങളിലൊക്കെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒരു കവചമൊരുക്കാം എന്നും മാക്രോൺ പറഞ്ഞിട്ടുണ്ട്. അതായത് അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ ഫ്രാൻസാണ് വലിയ ശക്തി എന്നുള്ള രീതിയിൽ അല്ലേ? രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ജർമ്മനി ന്യൂക്ലിയർ റിയാക്ടറൊക്കെ അടച്ചിരുന്നല്ലോ. അതെ. ഇനി മെർസ് വന്നിട്ട് വേണം രണ്ടാമത് അതൊക്കെ ഓപ്പൺ വരാൻ. അപ്പോൾ പക്ഷേ ഈ ഫ്രാൻസിൻ്റെ മാക്രോണിൻ്റെ ഈ നിർദ്ദേശത്തിന് മറീൻ ലെപെൻ മറ്റേ നാഷണൽ റാലി അവരെതിർത്തിട്ടുണ്ട്. പ്രതിപക്ഷം എതിർക്കുന്നുണ്ട്. അപ്പോൾ ഈ യൂറോപ്പിൽ നിന്ന് അമേരിക്ക 20,000 ഭടന്മാരെ ഉടനെ പിൻവലിക്കുന്നതാണ് കരുതുന്നത്. ഈ ആവശ്യമില്ലാത്ത ചിലവൊക്കെ ചുരുക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അതെ. അതിൻ്റെ ഭാഗമായിട്ട് അതായത് നാറ്റോയുടെ കിഴക്കൻ മേഖലയാണത്. എന്ന് പറഞ്ഞാൽ നാറ്റോയിൽ വലിയ പങ്ക് ഇനി അമേരിക്കയ്ക്ക് ഉണ്ടാവില്ല എന്നർത്ഥം. അപ്പോൾ യൂറോപ്പിന് അമേരിക്കയോട് ഒരു കവചം പ്രതീക്ഷിക്കേണ്ടതില്ല. 20,000 പേരെ അവിടെ നിന്ന് കിഴക്കൻ മേഖലയിൽ നിന്ന് അമേരിക്ക ഏത് സമയം പിൻവലിക്കും. പിന്നെ പോളണ്ടിലെ പോസ്നാനിൽ അമേരിക്കയ്ക്ക് സ്ഥിരം താവളമുണ്ട്. അവിടെ നിന്നും പിൻവലിയോ എന്നുള്ള കാര്യം പോളണ്ടിന് സംശയമുണ്ട്. അവിടെ റൊമാനിയയിൽ 5,000 ബ്രിഗേഡ് ടീമുണ്ട് അമേരിക്കയുടെ. അതിനെന്ത് സംഭവിക്കുന്ന അറിയില്ല. ചിലപ്പോൾ ഇതൊക്കെ പോകും. ഇതുകൊണ്ടാണ് ഒരു ബോംബ് ബാങ്ക് യൂറോപ്പിൽ വരുന്നത്. ബാൾട്ടിക് രാജ്യങ്ങളിൽ അമേരിക്കയുടെ റോക്കറ്റ് യൂണിറ്റുകളുണ്ട്. ചിലപ്പോൾ ബാൾട്ടിക് രാജ്യങ്ങളൊക്കെ ഈ ഇതിൽപ്പെട്ടതാണല്ലോ. അപ്പോൾ ഈ ബാൾട്ടിക് കടലിലാണ് ഈ വാർത്താവിനിമയ കേബിളുകളൊക്കെ റഷ്യ വിച്ഛേദിച്ചതായിട്ട് ഒക്കെ പ്രശ്നമുള്ളത്. കടലിനടിയിൽ കൂടെ പോയി കപ്പൽ വന്നിട്ട് അതിൻ്റെ നങ്കൂരം ഇങ്ങനെ ഒരുപാട് പോകുന്നതായിട്ടൊക്കെ കണ്ടിരുന്നു. ആ കപ്പൽ പിടിച്ചിട്ടിരുന്നു. ആ കപ്പൽ കഴിഞ്ഞ ദിവസം വിട്ടുകൊടുത്തു. പക്ഷെ അതിലെ 3 ക്രൂവിനെ പിടിച്ചു വച്ചിട്ടുണ്ട്. അപ്പോൾ റഷ്യയും സംശയമുണ്ട്. റഷ്യയും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ ഒരു അച്ചുതണ്ടാണല്ലോ. റഷ്യയുടെ ആക്രമണത്തിന് യൂറോപ്പ് ഭയക്കുന്നുമുണ്ട്. അപ്പോൾ മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിലാണ് യൂറോപ്പിലൊരു ബോംബ് ബാങ്ക് വരുന്നത്. സാർ, അപ്പോൾ അങ്ങനെ ഒരു ബോംബ് ബാങ്ക് വരിക എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ റഷ്യയെ കൂടെ ഭയപ്പെടുത്താൻ കൂടിയല്ലേ? അമേരിക്ക നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും ഞങ്ങൾ യൂറോപ്പിലെ രാജ്യങ്ങളിലെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു. അങ്ങനെ ഒറ്റക്കെട്ടായിട്ട് എന്നാൽ വേണമെങ്കിൽ നിങ്ങളെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഇനി അവർ പ്രതിരോധ കാര്യങ്ങളിലേക്ക് ഫണ്ട് നീക്കി വെക്കും. അപ്പോൾ വലിയൊരു മുന്നറിയിപ്പ് അമേരിക്കയ്ക്കും കൂടെയല്ലേ? അമേരിക്കയ്ക്ക് മുന്നറിയിപ്പാണ്, റഷ്യയ്ക്കുമാണ്. റഷ്യ അമേരിക്ക സൗഹൃദത്തിനുള്ള മുന്നറിയിപ്പാണ്. വേറെയും ഒരുപാട് ഇതുപോലത്തെ മറ്റേ കഴിഞ്ഞ ദിവസം ബ്രിട്ടൻ 20,000 കോടി രൂപ ആയുധം വാങ്ങാനായിട്ട് യുക്രൈന് കൊടുക്കും എന്ന് പറഞ്ഞിട്ടൊരു ഫണ്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അമേരിക്ക നാറ്റോയിൽ നിന്ന് വിടുകയാണെങ്കിൽ യുക്രൈന് നാറ്റോയിൽ അംഗത്വവും കൊടുക്കാമല്ലോ യൂറോപ്യൻ രാജ്യങ്ങൾക്ക്. അപ്പോൾ എങ്ങനെ വന്നാലും യുക്രൈൻ്റെ കൂടെ ഞങ്ങളുണ്ട് എന്നുള്ള പ്രഖ്യാപനം കൂടിയാണിത്. ട്രംപിനുള്ള മുന്നറിയിപ്പുമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.